എല്ലാവർക്കും നമസ്കാരം. ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്വിസിഷൻ പ്രോഗ്രാം ഈ ചാനലിലൂടെ ധാരാളം പേർ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചേ മതിയാവും. യാത്ര ചെയ്യുവാനും മറ്റ് വ്യക്തികളുമായി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴും ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴും മറ്റ് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ ഇടപെടേണ്ടതായിട്ട് വരുമ്പോഴുമൊക്കെ ഇംഗ്ലീഷ് നമുക്ക് അനിവാര്യമാണ്. മത്സര പരീക്ഷകൾ എഴുതുന്നതിനും ഇൻ്റർവ്യൂകൾ ഫലപ്രദമായ രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നതിനുമൊക്കെ ഇംഗ്ലീഷ് ഭാഷ നാം പഠിച്ചിരിക്കേണ്ടതാണ്. മനഃപൂർവ്വം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് ആദ്യം മുതൽ ഈ ക്ലാസ് കണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ സംബന്ധമായിട്ടുള്ള ഒരു ആഴമായ അറിവ് ലഭിക്കത്തക്ക രീതിയിലാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വ്യക്തികൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കണം. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയും വേണം. കാരണം എല്ലാവരിലേക്കും ഈ ക്ലാസ്സുകൾ എത്തണം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കുമൊക്കെ എപ്പോഴും ഒരു ചലഞ്ചായിട്ടുള്ള ഒരു ടാസ്ക്കാണ്, ഒരു പ്രശ്നമാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഉത്തരമായി ലഭിക്കത്തക്ക രീതിയിൽ ചോദ്യം ചോദിക്കുക. ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് 3 തരത്തിലുള്ള ചോദ്യങ്ങളാണല്ലോ ഉള്ളത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് ടാഗ് ക്വസ്റ്റ്യൻസ്. അതിൽ ക്വസ്റ്റ്യൻസ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായും കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അത് എനിക്ക് ഉറപ്പുണ്ട്. ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, 24 ഓക്സിലറി വെർബ്സ് ഉണ്ട്. ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കാനും നമ്മെ സഹായിക്കുന്നത് ഓക്സിലറി വെർബുകളാണ്. പിന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ്. ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാവുന്നതാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓർത്തിരിക്കണം. അതുമായി കണക്റ്റഡ് വീഡിയോസ്, സജസ്റ്റഡ് വീഡിയോസിലായിട്ട് ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ സന്ദർശിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഏവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൗ ടു ഫ്രെയിം ക്വസ്റ്റ്യൻസ് ടു ഗെറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ് ആസ് ദ ആൻസർ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ സെൻറ്റൻസുകൾ ബോർഡിൽ എഴുതി എങ്ങനെയാണ് അണ്ടർലൈൻഡ് വേർഡ് ഉത്തരമായി വരത്തക്ക രീതിയിൽ കൃത്യമായ ചോദ്യം എങ്ങനെ രൂപീകരിക്കും എന്ന് പഠിപ്പിച്ചു തരാം. സെൻറ്റൻസ് എല്ലാവർക്കും കാണാമല്ലോ. ദിസ് ഷോപ്പ് സെൽസ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് ആണ് നമുക്ക് ആൻസർ ലഭിക്കേണ്ട വേർഡ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കേണ്ടത് എന്ന് നാം തിരഞ്ഞെടുക്കണം. ഇവിടെ വെജിറ്റബിൾസ് എന്ന ആൻസർ ലഭിക്കണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് ആണ്. നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ വേർഡ് ഇവിടെ എഴുതാം. ഇനി നമുക്ക് മറന്നു കളയാവുന്ന ഒരു ഭാഗമുണ്ട്, വെജിറ്റബിൾസ്. ഇത് ചോദ്യം ചോദിക്കുമ്പോൾ ആൻസറിലാണ് ഈ വേർഡ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് നാം തിരഞ്ഞെടുക്കുമ്പോൾ ഈ വേർഡിനെ നമുക്ക് മറക്കാം. സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി ഈ ക്വസ്റ്റ്യൻ വേർഡിനോട് ചേർത്താൽ മാത്രം മതിയാവും. ഇതൊരു കുറുക്കുവഴിയാണ്. ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റുകയില്ല. കൃത്യമായ ചോദ്യം ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ക്ലാസ് ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണമെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ക്വസ്റ്റ്യൻ വേർഡ് നാം ഇവിടെ തിരഞ്ഞെടുത്തു, വാട്ട്. ബാക്കി ഭാഗം, അതായത് ഈ സെൻറ്റൻസിൻ്റെ വെജിറ്റബിൾസ് ഒഴികെയുള്ള ബാക്കി ഭാഗം ദിസ് ഷോപ്പ് സെൽസ് എന്നുള്ളതാണ്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. എങ്ങനെയാണ് നമുക്ക് ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ നമുക്ക് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ സാധിക്കുക? സെൽസ് എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിലറി വെർബ് ഡസ് ആണ്. ഈ സബ്ജക്റ്റും ഓക്സിലറി വെർബും തമ്മിൽ ഇൻവേർഷൻ നടത്തുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകും എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡസ് സെല്ല് എന്നാക്കി മാറ്റുമ്പോൾ ഡസ് സബ്ജക്റ്റിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ലഭിക്കും ഡസ് ദിസ് ഷോപ്പ് സെൽ എന്ന് ചേർത്താൽ മതിയാകും. ഈ ക്വസ്റ്റ്യൻ വേർഡിൻ്റെ കൂടെ ഡസ് ദിസ് ഷോപ്പ് സെൽ എന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി ചേർത്ത് കഴിയുമ്പോൾ ഈ അണ്ടർലൈൻഡ് വേർഡായ വെജിറ്റബിൾസ് ആൻസർ ലഭിക്കത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായി രൂപീകരിക്കാൻ സാധിക്കും. വാട്ട് ഡസ് ദിസ് ഷോപ്പ് സെൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ഏതാനും ചില എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഇത് മനസ്സിലാവുന്നതാണ്. അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ലുക്ക് അറ്റ് ദിസ് സെൻറ്റൻസ്. ഐ എം കമ്മിങ് ഫ്രം സ്കൂൾ.
സ്കൂളാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്. സ്കൂൾ എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കേണ്ടത്. ഞാൻ സ്കൂളിൽ നിന്ന് വരികയാണ്. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കണം. എവിടെ നിന്നെന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് തിരഞ്ഞെടുക്കുകയാണ് ആദ്യത്തെ നടപടി. ക്വസ്റ്റ്യൻ വേർഡ് ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് വെയർ ആണ്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വെയർ നമ്മൾ എഴുതിയപ്പോൾ സ്കൂൾ എന്നുള്ള കാര്യം നമുക്ക് മറക്കാം. ഇനി അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെൻറ്റൻസിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി ഈ വെയർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിനോടുകൂടി ചേർത്താൽ മതിയാവും. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഐ യു ആയി മാറും. അതുകൊണ്ട് തന്നെ ആം ആർ ആയി മാറും. ആർ യു, വെയർ ആർ യു കമ്മിങ് ഫ്രം? ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. സെൻറ്റൻസിൻ്റെ ആൻസർ ലഭിക്കേണ്ട വേർഡ് ഒഴികെയുള്ള മുഴുവൻ വേർഡ് നമുക്ക് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുക. ബാക്കി സെൻറ്റൻസിൽ വരുന്ന പ്രിപ്പോസിഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സെൻറ്റൻസിൻ്റെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി വെയറിനോടുകൂടി ചേർക്കുക. വെയർ ആർ യു കമ്മിങ് ഫ്രം? അടുത്ത എക്സാമ്പിൾ, ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ അങ്കിൾ. മൈ അങ്കിൾ ആണ് ആൻസർ ലഭിക്കേണ്ട വേർഡ്. മൈ അങ്കിൾ എന്ന ആൻസർ ലഭിക്കണമെങ്കിൽ ഏതാണ് ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് നാം തിരഞ്ഞെടുക്കണം. ഇവിടെ ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ആണ്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഇവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്, ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. ഈ പ്രിപ്പോസിഷൻ ആദ്യമാണ് വരുന്നതെങ്കിൽ ഫോർ ഹും എന്നാണ് എഴുതുക. ഈ പ്രിപ്പോസിഷൻ അവസാനമാണ് വരുന്നതെങ്കിൽ ഹൂ എന്ന് എഴുതുക. ഇവിടെ ഹൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിലാണ് നാം സെൻറ്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ പ്രിപ്പോസിഷൻ ഫോർ ഈ സെൻറ്റൻസിൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ അവസാന ഭാഗത്താണ് വരിക. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഐ ആം എന്നുള്ളത് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എസ് എന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആർ യു എന്നായി മാറും. ഹൂ ആർ യു വെയിറ്റിംഗ് ഫോർ? പ്രിപ്പോസിഷൻ അവസാന ഭാഗത്ത് വന്നിരിക്കുന്നു, അതുകൊണ്ടുള്ള ഹൂ വന്നിരിക്കുന്നു. മറ്റൊരു തരത്തിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാവുന്നതാണ്. പ്രിപ്പോസിഷനെ നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഹൂ അല്ല ഹും ആയിരിക്കും ക്വസ്റ്റ്യൻ വേർഡ്. നോക്കാം. ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പ്രിപ്പോസിഷൻ ആദ്യമാണ് വരുന്നതെങ്കിൽ ഹും ആണ് ഉപയോഗിക്കുക. പ്രിപ്പോസിഷൻ്റെ സെൻറ്റൻസിൻ്റെ അവസാന ഭാഗത്താണെങ്കിൽ ഹൂ ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഹൂ ആർ യു വെയിറ്റിംഗ് ഫോർ ഹും ആർ യു വെയിറ്റിംഗ്? ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത എക്സാമ്പിൾ നോക്കാം. സെൻറ്റൻസ് ശ്രദ്ധിക്കാം. ദേ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആൻസർ ലഭിക്കേണ്ട വേർഡ് എന്ന് പറയുന്നത് 2 hours എന്നാണ്. എത്ര നേരമായിട്ട് അവർ ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡാണ്. അതിനുശേഷം ബാക്കിയുള്ള സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെ വളരെ നിസ്സാരമായിട്ട് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി ഈ ക്വസ്റ്റ്യൻ വേർഡിനൂടെ ചേർത്താൽ മതിയാവും. ഇവിടെ ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ വേർഡ് നമുക്കറിയാം, ഹൗ ലോങ്. ദേ ഹാവ് ബീൻ പ്ലേയിങ് എന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എങ്ങനെയാകും? ഹാവും ഇവിടെ സബ്ജക്റ്റും ഇൻവേർഷൻ നടത്തുക. ഹൗ ലോങ് ഹാവ് ദേ ബീൻ പ്ലേയിങ് ഫുട്ബോൾ? ഫോർ ഹൗ ലോങ് എന്നെഴുതിയാലും സെൻറ്റൻസ് ശരി തന്നെയാണ്. ഫോർ ഹൗ ലോങ് ഹാവ് ദേ ബീൻ പ്ലേയിങ് ഫുട്ബോൾ, അല്ലെങ്കിൽ ഹൗ ലോങ് ഹാവ് ദേ ബീൻ പ്ലേയിങ് ഫുട്ബോൾ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ ടീച്ചർ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ ഇൻസിഡൻറ്റ്. ടീച്ചർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതാണ് ചോദ്യം. നമുക്കിവിടെ ആൻസർ ലഭിക്കേണ്ട വേർഡ്സ് ദ ഇൻസിഡൻറ്റ് എന്നുള്ളതാണ്. ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെ ഒരു വേർഡ് പോലും നഷ്ടപ്പെടാതെ യെസ് എന്ന ക്വസ്റ്റ്യൻ ആക്കി ഈ ക്വസ്റ്റ്യൻ വേർഡിനോട് ചേർക്കുക. അത്ര നിസ്സാരമായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. ഇനി ഈ കാണുന്ന സെൻറ്റൻസ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദ ടീച്ചർ ഈസ് ടോക്കിംഗ് അബൌട്ട്. ഇവിടെ പ്രിപ്പോസിഷൻ ഉണ്ട്, അതും നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല. ദ ടീച്ചർ ഈസ് ടോക്കിംഗ്, ഈസ് ദ ടീച്ചർ ടോക്കിംഗ് എന്നാകുമ്പോൾ അത് യെസ് എന്ന ക്വസ്റ്റ്യൻ ആയി മാറും. വാട്ട് ഈസ് ദ ടീച്ചർ ടോക്കിംഗ് അബൌട്ട്? നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹി വിൽ കം വിത്തിൻ ആൻ അവർ. വിത്തിൻ ആൻ അവർ എന്നാണ് ആൻസർ ലഭിക്കേണ്ട വാക്ക്. നമുക്കറിയാമല്ലോ, ഒരു സമയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും വെൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് സെലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പൂർണ്ണമായിട്ടും നമുക്ക് മറക്കാം. ബാക്കിയുള്ള ഈ സെൻറ്റൻസിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഹി വിൽ കം ആണ്. ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഇതിനെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് യെസ് എന്ന ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഹി വിൽ കം, വിൽ ഹി കം എന്നായി മാറിക്കഴിയുമ്പോൾ അതൊരു യെസ് എന്ന ക്വസ്റ്റ്യൻ ആകും. ആ ഭാഗം ഇതിനോടുകൂടി ചേർത്താൽ മതി. വെൻ വിൽ ഹി കം, വെൻ വിൽ ഹി കം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത എക്സാമ്പിൾ പരിശോധിക്കാം. ഇറ്റ് മേ ബി എ തീഫ്. അതൊരു കള്ളനായിരിക്കാം. ഇറ്റ് മേ ബി എ തീഫ്. ആരായിരിക്കാം? അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ്
ഹു ആയിരിക്കും. അപ്പോൾ നാം ക്വസ്റ്റ്യൻ വേർഡ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഹു. ഇറ്റ് മേ ബി എന്ന് പറയുന്നത് സബ്ജക്റ്റും ഓക്സിലറി വെർബായ മേയും ഇൻവേർഷൻ നടത്തുമ്പോൾ മേ ബി എന്നായി മാറും. ഹു മേ ഇറ്റ് ബി. ഹു മേ ഇറ്റ് ബി. ഷീ റിസൈൻഡ് ഹെർ ജോബ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്കാണ് നമുക്ക് ആൻസർ ലഭിക്കേണ്ട വേർഡ്. അവൾ കഴിഞ്ഞ ആഴ്ച ജോലി രാജിവെച്ചു. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. നമുക്കറിയാമല്ലോ. ലാസ്റ്റ് വീക്ക് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ലഭിക്കണമെങ്കിൽ വെൻ ആണ് ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ് നാം തിരഞ്ഞെടുത്തു. ഇനി ഈ ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള ഭാഗം തിരഞ്ഞെടുത്ത് അതിനൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി ഈ ക്വസ്റ്റ്യൻ വേർഡിനോടുകൂടി ചേർക്കുക. റിസൈൻഡ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഷീ ഡിഡ് റിസൈൻ. ഡിഡ് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഡിഡ് ഷീ റിസൈൻ ഹെർ ജോബ്? വെൻ ഡിഡ് ഷീ റിസൈൻ ഹെർ ജോബ്? അപ്പോൾ ഉറപ്പായും അതിൻ്റെ ആൻസർ ഷീ റിസൈൻഡ് ഹെർ ജോബ് ലാസ്റ്റ് വീക്ക് എന്നാകാം. ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ദ ഗേൾ ഈസ് ക്രൈയിങ് ബിക്കോസ് ഷീ ലോസ്റ്റ് ഹെർ ബാഗ്. ഇവിടെ ആൻസർ ലഭിക്കേണ്ടത് ഈ ഒരു ഭാഗം പൂർണ്ണമായുമാണ്. ബിക്കോസ് ഷീ ലോസ്റ്റ് ഹെർ ബാഗ്. പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം അവൾക്ക് ബാഗ് നഷ്ടപ്പെട്ടു. ബിക്കോസ് എന്ന ആൻസർ പറയണമെങ്കിൽ എപ്പോഴും വൈ എന്നായിരിക്കും ചോദ്യം. വൈ? ബിക്കോസ്. വൈ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ബിക്കോസ് എന്ന ആൻസർ പറഞ്ഞു തുടങ്ങും. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് നാം തിരഞ്ഞെടുത്തു വൈ. ഈ ഒരു ഭാഗം പൂർണ്ണമായും നമുക്കിനി ശ്രദ്ധിക്കേണ്ടതില്ല. ദ ഗേൾ ഈസ് ക്രൈയിങ്. വളരെ നിസ്സാരമായിട്ട് ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിനെ നമുക്ക് നിസ്സാരമായിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ സാധിക്കും. ഈസ് ദ ഗേൾ ക്രൈയിങ്. അപ്പോൾ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡിനോടുകൂടി ഈസ് ദ ഗേൾ ക്രൈയിങ് എന്ന് ചേർക്കുമ്പോൾ ഈ അണ്ടർലൈൻഡ് ആയിരിക്കുന്ന വേർഡ്സ് ആൻസറായി ലഭിക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും കൃത്യമായ ക്വസ്റ്റ്യനായി അത് മാറും. വൈ ഈസ് ദ ഗേൾ ക്രൈയിങ്? ദിസ് ചെയർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. വുഡ് എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കേണ്ട വേർഡ്. ദിസ് ചെയർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. ദിസ് ചെയർ ഈസ് മെയ്ഡ് ഓഫ്. ഈസ് ദ ചെയർ മെയ്ഡ് ഓഫ്. ഈസ് ദ ചെയർ മെയ്ഡ് ഓഫ് എന്ന് ക്വസ്റ്റ്യൻ വേർഡിനോടുകൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ വാട്ട് ഈസ് ദ ചെയർ മെയ്ഡ് ഓഫ് എന്ന ക്വസ്റ്റ്യനായി. അപ്പോൾ കൃത്യമായിട്ടും ദിസ് ചെയർ ഈസ് മെയ്ഡ് ഓഫ് വുഡ് എന്ന ആൻസർ ലഭിക്കും. ഈ സെൻറ്റൻസ് നോക്കാം. മിസ്റ്റർ രവി ഈസ് മൈ അങ്കിൾ. ഇവിടെ ആൻസർ ലഭിക്കേണ്ട വേർഡ് മിസ്റ്റർ രവിയാണ്. അപ്പം നമുക്കറിയാമല്ലോ, ആര് എന്ന് ചോദിക്കണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണമെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഇൻവേർഷൻ നടത്താൻ സാധിക്കില്ല. കാരണം ഇവിടെ സബ്ജക്റ്റ് ഉത്തരത്തിലാണ് ലഭിക്കേണ്ടത്. മിസ്റ്റർ രവി എന്ന് പറയുന്നത് ഉത്തരത്തിലാണ് ലഭിക്കേണ്ടത്. ചോദ്യം ചോദിക്കുമ്പോൾ ആരെന്നുള്ള വേർഡ് നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഭാഗം അങ്ങ് ചേർത്താൽ മതിയാകും. ഹൂ, ആര്, ബാക്കിയുള്ള ഭാഗം ചേർത്താൽ മതിയാകും. ഈസ് മൈ അങ്കിൾ അല്ല, യോ അങ്കിൾ. ഹൂ ഈസ് യോർ അങ്കിൾ. ഈ സെൻറ്റൻസ് നോക്കുക. ദിസ് ഈസ് മൈ ബാഗ്. ഇവിടെ അണ്ടർലൈൻഡ് വേർഡ് ദിസ് ആണ്. നാം ചോദിക്കേണ്ടത് ഏതാണ് നിൻ്റെ ബാഗ്, ഏതാണ് നിൻ്റെ ബാഗ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഉചിതമായ ക്വസ്റ്റ്യൻ വേർഡ് വിച്ച്. ദിസ് ആൻസറിലാണ് ലഭിക്കേണ്ടത്. സബ്ജക്റ്റ് ആൻസറിലാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻവേർഷൻ ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം എഴുതി ചേർത്താൽ മതിയാകും. വിച്ച് ഈസ് യുവർ ബാഗ്. വിച്ച് ഈസ് യുവർ ബാഗ്. അപ്പോൾ കൃത്യമായ ആൻസർ ലഭിക്കും. ദിസ് ഈസ് മൈ ബാഗ്. സെൻറ്റൻസ് മനസ്സിലായല്ലോ. ഷീ ഗേവ് ഇറ്റ് ടു ഹെർ മദർ. ഷീ ഗേവ് ഇറ്റ് ടു ഹെർ മദർ. അണ്ടർലൈൻഡ് വേർഡ് ഹെർ മദർ എന്നാണ്. നമുക്ക് ആൻസർ ലഭിക്കേണ്ട വേർഡ് ഹെർ മദർ ആണ്. അപ്പോൾ നമ്മൾ അവൾ ഇത് ആർക്ക് കൊടുത്തു എന്ന് ചോദിക്കണം. മുൻപൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്തപ്പോൾ പ്രിപ്പോസിഷൻ സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗത്ത് വന്നാൽ ഹും ആണ് ഉപയോഗിക്കേണ്ടത്. പ്രിപ്പോസിഷൻ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ഹൂ ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ആണ്. ഹും എന്ന ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് ഉപയോഗിക്കാം. ഈ പ്രിപ്പോസിഷനായ ടു എവിടെ ചേർക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് ടു നമുക്ക് പ്രിപ്പോസിഷൻ ആദ്യമാണ് ചേർക്കുന്നതെങ്കിൽ ടു ഹും. നമുക്കറിയാമല്ലോ ഈ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഷീ ഗേവ് ഇറ്റ്. ഡിഡ് ഗീവ് ആണ്. ഡിഡ് ഷീ എന്നായി മാറും. ടു ഹും ഡിഡ് ഷീ ഗിവ് ഇറ്റ്. അവളത് ആർക്ക് കൊടുത്തു. നമുക്ക് ടു എന്ന് പറയുന്ന ഈ പ്രിപ്പോസിഷൻ നമുക്ക് അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ് ഹൂ ആണ്. ഹൂ ഡിഡ് ഷീ ഗിവ് ഇറ്റ്
ടു. ഹൂ ഡിഡ് ഷീ ഗിവ് ഇറ്റ് ടു? നമുക്കെപ്പോഴും സംശയം വരാവുന്ന ഒരു സെൻറ്റൻസാണിത്. പ്രിപ്പൊസിഷൻ്റെ ഉപയോഗത്തെ പ്രിപ്പൊസിഷൻ്റെ പൊസിഷനെ ആശ്രയിച്ചിരിക്കും. പ്രിപ്പൊസിഷൻ ആദ്യം വന്നാൽ ഹുമാണ് ഉപയോഗിക്കുക, ടു ഹും. പ്രിപ്പൊസിഷൻ അവസാന ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഹൂ ആണ് ഉപയോഗിക്കുക. ഈ ഒരു സംശയം നിങ്ങൾക്കിനി ഉണ്ടാകാൻ പാടില്ല. സെൻറ്റൻസ് മനസ്സിലായല്ലോ. അടുത്തൊരു സെൻറ്റൻസ് പരിശോധിക്കാം. നോക്കാം. യു ഷുഡ് കം നിയർ ദ ബ്രിഡ്ജ്. നീ പാലത്തിൻ്റെ അരികിൽ വരണം. ക്വസ്റ്റ്യൻ വേർഡ് വെയർ ആണ്, അതിൽ സംശയമില്ല. വെയർ. യു ഷുഡ് കം എന്നുള്ളത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഷുഡ് യു എന്ന് ആൻസർ കിട്ടണമെങ്കിൽ ഒരാൾ ഞാൻ എവിടെ വരണമെന്ന് ചോദിക്കണം. ഞാൻ എവിടെ വരണമെന്ന് ചോദിച്ചെങ്കിലേ നീ വരണം എന്ന് മറുപടി പറയുകയുള്ളൂ. അതുകൊണ്ട് യു എന്തായി മാറും? ഐ ആവും. വെയർ ഷുഡ് ഐ കം? ഞാൻ എവിടെ വരണം? വെയർ ഷുഡ് ഐ കം? അപ്പോൾ ആൻസർ ലഭിക്കും യു ഷുഡ് കം നിയർ ദ ബ്രിഡ്ജ്. ഐ കം ടു സ്കൂൾ ബൈ ബസ്. ഞാൻ ബസ്സിനാണ് സ്കൂളിൽ വരുന്നത്. ബൈ ബസ് എന്ന ആൻസർ ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് സ്കൂളിൽ എത്തുന്നത് എന്ന് ചോദിക്കണം. എങ്ങനെ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ആണ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഐ കം, ഡു യു കം എന്നാണ് അതിൻ്റെ യെസ് എന്ന ക്വസ്റ്റ്യൻ. ഹൗ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബൈ ബസ് എന്നുള്ള ഭാഗം പൂർണ്ണമായിട്ട് നമുക്ക് മറക്കാം. പിന്നീട് ബാക്കിയുള്ള ഈ സെൻറ്റൻസിൻ്റെ ഭാഗം നാം തിരഞ്ഞെടുക്കുക, അതിനെ ഒരു യെസ് എന്ന ക്വസ്റ്റ്യൻ ആക്കുക, ക്വസ്റ്റ്യൻ വേർഡിനോട് ചേർക്കുക. അപ്പോൾ കൃത്യമായ ആൻസർ ലഭിക്കത്തക്ക ഒരു ക്വസ്റ്റ്യൻ, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായി അത് മാറുന്നതാണ്. ഹൗ ഡു യു കം ടു സ്കൂൾ? ഹൗ ഡു യു കം ടു സ്കൂൾ? ഇത്രയും ഉള്ളൂ. വളരെ നിസ്സാരമായ ഒരു ടോപ്പിക്കാണ്, പക്ഷേ വളരെ ലളിതമായ ഒരു കുറുക്കു വഴിയിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമേഷൻ നമുക്ക് സാധിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.